ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കുന്നു. രാജ്യം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും നിർണായകമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. എന്താണ് കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും സംഭവിക്കാൻ പോകുന്നത്? കൃത്യമായ പഠനത്തിനും സർവേകൾക്കും ശേഷം ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ BJP വിരുദ്ധതയും ഭരണവിരുദ്ധതയും കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും UDFന് ഒരൽപ്പം മുൻതൂക്കം നൽകുന്നുണ്ട്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഏറെ വ്യത്യാസമുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്തിന് പുറത്ത് ഇടതുപക്ഷത്തിന് കാര്യമായി ചെയ്യാനില്ല എന്ന് വരുത്തി തീർക്കാൻ UDFന് സാധിക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ എപ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFനാണ് കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും ഒരൽപ്പം മുൻതൂക്കം ഉണ്ടാവാറുള്ളത്. 20 മണ്ഡലങ്ങളിലും എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ചരിത്രവും വർത്തമാനവും പഠിച്ച് ഞങ്ങളുടെ ചെറിയ അവലോകനമാണ്. ആദ്യമായി ആലപ്പുഴ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMന് ആശ്വാസം നൽകിയത് ആലപ്പുഴ മാത്രമായിരുന്നു. AM ആരിഫ് ആലപ്പുഴയിൽ ജയിച്ചത് 20-ൽ 1 മാത്രമായിരുന്നു CPMന്റെ LDFന്റെ സമ്പാദ്യം. ഇത്തവണയും അദ്ദേഹം തന്നെ മത്സരിക്കുമ്പോൾ കോൺഗ്രസിന്റെ കരുത്തനായ KC വേണുഗോപാൽ, രാജ്യസഭാ MP കൂടിയായ KC വേണുഗോപാൽ, അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആലപ്പുഴ നല്ലൊരു മത്സരം തന്നെ നടക്കുമ്പോൾ AM ആരിഫ് തന്നെയാണ് ഇത്തവണയും ആലപ്പുഴയിൽ വിജയിക്കാൻ സാധ്യത. രണ്ടാമത് ആലത്തൂർ. ശക്തമായ മത്സരം സാധിക്കുന്ന ഒരു മണ്ഡലമാണ് ആലത്തൂർ. പല പ്രവചനങ്ങളും ആലത്തൂരിൽ മാറിക്കൊണ്ടിരിക്കുന്നു. ആലത്തൂരിൽ ഇടതുപക്ഷത്തിന് വേണ്ടി K രാധാകൃഷ്ണൻ മത്സരിക്കുമ്പോൾ നിലവിലെ MP കൂടിയായ കോൺഗ്രസിന്റെ രമ്യ ഹരിദാസ് ആണ് ആലത്തൂരിൽ ഇത്തവണയും ജനവിധി തേടുന്നത്. ഇത്തവണയും ആലത്തൂരിൽ രമ്യ ഹരിദാസ് തന്നെ വിജയിക്കും എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. നിലവിൽ 2 മണ്ഡലങ്ങൾ പറഞ്ഞപ്പോൾ ഒന്ന് UDF, ഒന്ന് LDF. മൂന്നാമത് ആറ്റിങ്ങൽ. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരം പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ. BJPയുടെ V മുരളീധരനും CPMന്റെ V ജോയിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അടൂർ പ്രകാശുമാണ് ആറ്റിങ്ങലിൽ ത്രികോണ മത്സരം കാഴ്ചവെക്കുന്നത്. ഇത്തവണ ആറ്റിങ്ങലിൽ അട്ടിമറി സംഭവിക്കുമെന്നും LDF സ്ഥാനാർത്ഥി V ജോയ് ആറ്റിങ്ങലിൽ വിജയിക്കുമെന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. 4 ചാലക്കുടി. ചാലക്കുടി എപ്പോഴും കോൺഗ്രസിനൊപ്പം നിന്ന UDFനൊപ്പം നിന്ന ചാലക്കുടി ഇത്തവണയും ബെന്നി ബെഹനാൻ ചാലക്കുടി നേടും എന്നാണ് വിലയിരുത്താൻ സാധിക്കുന്നത്. നിലവിൽ 4 മണ്ഡലം പറഞ്ഞപ്പോൾ 2 UDF, 2 LDF. അഞ്ചാമത് എറണാകുളം. ഒരു വലിയ അട്ടിമറിയൊന്നും നടക്കാൻ സാധ്യതയില്ലാത്ത, എപ്പോഴും UDFനൊപ്പം ചേർന്ന് നിൽക്കുന്ന എറണാകുളം ഇത്തവണയും ഹൈബി ഈഡൻ എറണാകുളത്ത് നിന്ന് UDF സ്ഥാനാർത്ഥിയായി വിജയിച്ച് കയറും. 5 മണ്ഡലം പറഞ്ഞപ്പോൾ 3 UDF, 2 LDF. അടുത്തത് കോഴിക്കോട് മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് വേണ്ടി VA വസീഫും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി MK രാഘവനുമാണ് മത്സരിക്കുന്നത്. BJP സ്ഥാനാർത്ഥി MT രമേശുമാണ്. MK രാഘവൻ ഒരു വലിയ വെല്ലുവിളിയില്ലാതെ തന്നെ കോഴിക്കോട് പിടിച്ചടക്കും എന്നാണ് വിലയിരുത്തൽ. മലപ്പുറം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീർ അനായാസം മലപ്പുറത്ത് വിജയിച്ചു കയറും. മാവേലിക്കരയിൽ നല്ലൊരു മത്സരത്തിന് സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് മാവേലിക്കര. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ്, അദ്ദേഹം വിജയമാവർത്തിക്കും. ഇത്തവണയും മാവേലിക്കര കോൺഗ്രസിനൊപ്പം UDFനൊപ്പം തന്നെ നിൽക്കും എന്നാണ് വിലയിരുത്താൻ സാധിക്കുന്നത്. അടുത്ത മണ്ഡലം ഏറെ പ്രാധാന്യമുള്ള പാലക്കാട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വലിയ ഒരു തിരിച്ചടിയായ മണ്ഡലം പാലക്കാട്. വിജയമുറപ്പിച്ച മണ്ഡലം പാലക്കാട്. പക്ഷേ പാലക്കാട് ഇടതുപക്ഷത്തിന് കൂടെ നിൽക്കാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കൂടെ നിന്ന പാലക്കാട് 2024 ആകുമ്പോൾ പാലക്കാട് ഇടതുപക്ഷത്തിന് കരുത്തനായ സ്ഥാനാർത്ഥി A വിജയരാഘവൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി VK ശ്രീകണ്ഠന് മത്സരിക്കുമ്പോൾ ഇത്തവണ പാലക്കാട് ഇടതുപക്ഷത്തിന് കൂടെ നിൽക്കും എന്നാണ് വിലയിരുത്താൻ സാധിക്കുന്നത്.
CPIM സ്ഥാനാർത്ഥി A വിജയരാഘവൻ ഇത്തവണ പാലക്കാട് തിരിച്ചുപിടിക്കാനുള്ള സാധ്യതയുണ്ട്. പത്തനംതിട്ട ആന്റോ ആന്റണി മത്സരിക്കുന്ന പത്തനംതിട്ട, കോൺഗ്രസിന് കൂടെ നിൽക്കുന്ന പത്തനംതിട്ട ഇത്തവണയും വിധി മാറ്റി എഴുതില്ല. 2024 പത്തനംതിട്ട ആന്റോ ആന്റണിയിലൂടെ കോൺഗ്രസിന് കൂടെ നിൽക്കും എന്നാണ് വിലയിരുത്തുന്നത്. അതേസമയം പത്തനംതിട്ടയിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക് നല്ലൊരു മത്സരം കാഴ്ചവെക്കുമെന്നും ഞങ്ങൾക്ക് വിലയിരുത്താൻ സാധിക്കുന്നു. അടുത്തത് പൊന്നാനി. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഡോക്ടർ MP അബ്ദുസമദ് സമദാനിയാണ് പൊന്നാനിയിൽ UDFന് വേണ്ടി മത്സരിക്കുന്നത്. അദ്ദേഹം പൊന്നാനിയിൽ വളരെ എളുപ്പത്തിൽ വിജയിച്ചു കയറും. തിരുവനന്തപുരം ത്രികോണ മത്സരം നടക്കുന്ന, നേരത്തെ പറഞ്ഞതുപോലെ ത്രികോണ മത്സരം നടക്കുന്ന മറ്റൊരു മണ്ഡലമാണ് തിരുവനന്തപുരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി ഡോക്ടർ ശശി തരൂർ മത്സരിക്കുന്നു. CPIക്ക് വേണ്ടി പന്ന്യൻ രവീന്ദ്രൻ മത്സരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ BJPക്ക് വേണ്ടിയും മത്സരിക്കുന്നു. ശശി തരൂരിന് ഒരു വെല്ലുവിളിയാകുന്ന രണ്ട് സ്ഥാനാർത്ഥികളാണ് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥികൾ. ഇടതുപക്ഷത്തിന്റെയും BJPയുടെയും നല്ല സ്ഥാനാർത്ഥികൾ. എന്നിരുന്നാൽ കൂടി ഇത്തവണ തിരുവനന്തപുരത്ത് ഡോക്ടർ ശശി തരൂർ തന്നെ 2019 ചരിത്രം ആവർത്തിക്കും. UDF ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്ന ഡോക്ടർ ശശി തരൂർ തിരുവനന്തപുരത്ത് വിജയിച്ച് കയറും. കേരളം പ്രതീക്ഷയോടെ നോക്കുന്ന മറ്റൊരു മണ്ഡലമാണ് തൃശൂർ. നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരു ത്രികോണ മത്സരം സാധ്യമാകുന്ന ഒരു മണ്ഡലമാണ് തൃശൂർ. CPIയുടെ LDFന് വേണ്ടി CPIയുടെ VS സുനിൽകുമാറും BJPയുടെ സുരേഷ് ഗോപിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 2019 വടകര MP കൂടിയായിരുന്ന K മുരളീധരനും തൃശൂരിൽ മത്സരിക്കുമ്പോൾ തൃശൂരിൽ ത്രികോണ മത്സരമാണെന്നത് നമുക്ക് തെളിയിച്ച് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഉറപ്പായും ഒരു ത്രികോണ മത്സരമായിരിക്കും. എന്നാൽ കൂടി അവിടെ BJP 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നും 2ാം സ്ഥാനത്ത് CPIയുടെ VS സുനിൽകുമാർ വരുമെന്നും 1ാം സ്ഥാനത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ UDF സ്ഥാനാർത്ഥി K മുരളീധരൻ വിജയിച്ച് കയറുമെന്നുമാണ് ഞങ്ങളുടെ അഭിപ്രായം. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ പ്രവചനാതീതമായ, പ്രവചിക്കാൻ സാധിക്കാത്ത, ആര് ജയിക്കുമെന്ന് ഉറച്ചു പറയാൻ കഴിയാത്ത ഒരു മണ്ഡലമുണ്ടെങ്കിൽ അത് വടകരയായിരിക്കും. സ്ഥാനാർത്ഥിത്വം കൊണ്ട് തന്നെ ഏറെ ശ്രദ്ധ നേടിയ, കേരളം പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് വടകര. കേരളത്തിന്റെ മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചറും പാലക്കാട്ടെ MLA കൂടിയായ ഷാഫി പറമ്പിലും തമ്മിൽ ശക്തമായ മത്സരം നടക്കുമ്പോൾ വടകരയിൽ എന്തും സംഭവിക്കാം. പല സർവേകളും കൃത്യമായി പ്രവചിക്കാൻ സാധിക്കാതെ, എന്ത് സംഭവിക്കുമെന്നറിയാതെ വടകരയെ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുകയാണ്. തലശ്ശേരിയും കൂത്തുപറമ്പും വടകരയും കുറ്റ്യാടിയും നാദാപുരവും കൊയിലാണ്ടിയും പേരാമ്പ്രയും ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ LDFന് നിയമസഭാ മണ്ഡലങ്ങളിൽ ആ തെരഞ്ഞെടുപ്പുകളിൽ LDFന് കുറച്ചധികം പ്രാധാന്യമുണ്ട്. എന്നാൽ കൂടി 2019 മുരളീധരനും അതിനു മുമ്പും UDFന് ഒപ്പം നിന്ന വടകര ഇത്തവണ ശക്തമായ പോരാട്ടം നടക്കുമെങ്കിലും വടകരയിൽ ഷാഫി പറമ്പിൽ UDFന്റെ സ്ഥാനാർത്ഥി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ വിജയിച്ച് കയറാനുള്ള സാധ്യതയുണ്ട്. 19ാമത് കോട്ടയം. 2024 കോട്ടയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് വിജയിച്ച് കയറാനുള്ള സാധ്യതയുണ്ട്. അതേസമയം കോട്ടയത്തിൽ നല്ലൊരു മത്സരവും നമുക്ക് പ്രതീക്ഷിക്കാം. 20ാമത് വയനാടാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അനിഷേധ്യനായ നേതാവ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്, CPIയുടെ ആനി രാജയും BJPയുടെ K സുരേന്ദ്രനും മത്സരിക്കുന്ന വയനാട്. ഒരു വലിയ അട്ടിമറിയൊന്നും പ്രതീക്ഷിക്കാത്ത ഒരു മണ്ഡലമാണ് വയനാട്. രാഹുൽ ഗാന്ധി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ UDFന്റെ സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നും ഉറപ്പായും വിജയിച്ചു കയറും. ചുരുക്കത്തിൽ കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 17 UDF വിജയിക്കാനുള്ള സാധ്യതയും 3 LDF വിജയിക്കാനുള്ള സാധ്യതയുമാണ് കേരളത്തിന്റെ നിലവിലെ ചരിത്രവും വർത്തമാനവും പഠിച്ച് ഞങ്ങൾ വിലയിരുത്തുന്നത്. അതേസമയം ചില മണ്ഡലങ്ങളിൽ തീപ്പാറുന്ന പോരാട്ടമാണ്. വടകര പോലുള്ള, കണ്ണൂർ, കാസർഗോഡ് പോലുള്ള, ആറ്റിങ്ങൽ പോലുള്ള ചില മണ്ഡലങ്ങളിൽ പ്രവചനാതീതമായ മത്സരത്തിനും സാധ്യതയുണ്ട്. ഏതായാലും ഇതാണ് ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് മുമ്പിൽ പങ്കുവെക്കാനുള്ളത്.